ഞാൻ പിന്നെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇപ്രാവശ്യം ഫുഡ് ചാലഞ്ച് അല്ല കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തതാണ് ഇത് തന്നെ. 10,000 രൂപയ്ക്ക് ചെയ്തത്. ഇപ്രാവശ്യം നമ്മൾ 20,000 രൂപയ്ക്ക് ചെയ്യും. 20,000 രൂപ നിങ്ങൾ വെറും 1 മണിക്കൂർ ചിലവാക്കി തന്നാൽ മതി. 10 ഐറ്റം മേടിക്കണം. സെയിം റൂൾസ് ആണ്. ഈ 10 ഐറ്റം ഒരു ഐറ്റം മേടിച്ച് കഴിഞ്ഞാൽ അടുത്ത ഐറ്റം അതിൽ കൂടുതൽ വില കൂടുതലായിരിക്കണം. അപ്പോൾ ഓരോ ഐറ്റം വില കൂടി മേടിക്കണം. അത്രേ ഉള്ളൂ. 500 രൂപയ്ക്ക് മേടിച്ചാൽ അടുത്ത 600. 600 മേടിച്ചാൽ പിന്നെ അതിന്റെ പൊക്കത്തോടെ മേടിക്കാൻ പറ്റില്ല. അങ്ങനെ 10 ഐറ്റം മേടിക്കണം. 10 ഐറ്റം മേടിക്കുന്നതിനിടയ്ക്ക് 20,000 കൂടുതലായി കഴിഞ്ഞാൽ എല്ലാ സാധനവും ഞാൻ എടുത്തുകൊണ്ട് പോകും. 10 ഐറ്റം മേടിക്കാൻ പറ്റില്ലെങ്കിലും എല്ലാ സാധനവും ഞാൻ എടുത്തുകൊണ്ട് പോകും. ഇത് മാത്രമേ റിസ്ക് ഉള്ളൂ. 1 മണിക്കൂർ സമയം. നിങ്ങൾ കറക്റ്റായിട്ട് മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എടുത്തോണ്ട് എന്ത് വേണം ചെയ്തോ, എനിക്ക് അറിയേണ്ട ആവശ്യം. ഇനി ആരെങ്കിലും തപ്പിയാൽ മാത്രം മതി. ആരിവിടെ ഈ സ്ഥലത്ത് ഇതിനുമ്പോ വന്നിട്ടുള്ള ചേട്ടാ ഒരു പിസ്സ ഹട്ട് കോമ്പറ്റീഷൻ വന്നായിരുന്നു. ആരെയും കാണുന്നില്ല. എന്നെ കണ്ട ആൾക്കാർ തരുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഇവിടെ നിൽക്കണം. അല്ലെങ്കിൽ ഞാൻ തന്നെ പോയി തപ്പണം. ഇവിടെ തന്നെ നിന്നുകൊണ്ട് ചിലപ്പോൾ ആൾക്കാർ തന്നെ വരുമെന്ന് പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വരുമായിരിക്കും. നമുക്കൊന്ന് തപ്പാം. ആ ബസ്സിലെ ചേട്ടൻ എന്നെ അറിയാം. ഞാൻ നോക്കിയിട്ട് പോകും. ബസ് നിർത്തിയിട്ട് പോവോ? എല്ലാവരും നോക്കുന്നത്. ചേട്ടൻ എങ്ങോട്ട് പോവാ? ഇവിടെ വണ്ടിക്കാരെല്ലാം കണ്ടിട്ടല്ലേ അറിയാം. പക്ഷെ ഇങ്ങോട്ട് വരൂ, ഒരു വീഡിയോ ചെയ്തിട്ട് പോകും. ഹായ്, ഒരു വീഡിയോ അകത്ത് വരുന്നോ? എന്താണ് പ്രാക്ടീസിനൊക്കെ പിന്നെ പോവായിരുന്നു. അവരെന്ത് 20,000 രൂപയൊക്കെ ചിലവാക്കിയിട്ട് പ്രാക്ടീസ് ചെയ്താൽ പോരായിരുന്നോ? നമുക്ക് നോക്കാം. കുറെ നാളായി അങ്ങനെ വഴി പോയി തപ്പാൻ തുടങ്ങിയിട്ട്. എടാ ഈ ബസ്സിൽ കൂടി ആൾക്കാർ പോയിട്ട് നോക്കി പോകുന്നില്ല. ആരും വന്ന് നിൽക്കുന്നില്ലല്ലോ. ആൾക്കാർ പലവരും വരുന്നുണ്ട്. പക്ഷെ അവർക്ക് ഞാൻ ഡയറക്റ്റായിട്ട് പറയുന്നില്ല എന്തോ ചാലഞ്ച് ഒന്നും. അല്ലെങ്കിൽ പിന്നെ അവർ അറിഞ്ഞിട്ട് വരണ്ട. വന്ന് ഓക്കെ ആണെങ്കിൽ പിന്നെ അറിയിക്കാം. ഒരു വീഡിയോ വരുന്നാ? കൂട്ടുകാരിയായിട്ടാണ് വരുന്നത്. ഹായ്, എങ്ങോട്ട് പോകുന്നു? ക്ലാസ്സിന്. എല്ലാവരും വീഡിയോയ്ക്ക് വേണ്ടി വേണ്ടെന്ന് പറയുകയാണല്ലോ. പ്ലീസ്. അതിപ്പോൾ ക്ലാസ് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് തിരക്കിൽ പോവുകയാണ്. എനിക്ക് ഫൈനലി ഒരു കണ്ടസ്റ്റന്റിനെ കിട്ടിയിരിക്കുകയാണ്. ഫുൾ ഇൻട്രസ്റ്റ് എന്റെ വീഡിയോക്കകത്ത് വരാൻ. ഒട്ടും ഇൻട്രസ്റ്റഡ് അല്ല. എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല. ഫുൾ ഇൻട്രസ്റ്റ്. ഇതേ ആ വണ്ടി ഓടിച്ചിട്ട് ഒച്ച കളയുന്നത്. ഞാൻ പറയല്ലോ ഇവൻ എന്നെ കണ്ടപ്പോ തന്നെ ഇങ്ങോട്ട് വന്ന് ഞാൻ വീഡിയോക്ക് വരാന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പറയാം. എനിക്ക് ഒട്ടും കോൺഫിഡൻസും ഇല്ല. എനിക്ക് നല്ല പേടിയുണ്ട് ഈ ചാലഞ്ച് ചെയ്യാൻ. അത് അവൻ വെറുതെ പറയില്ല. അവളെ എളിമയുള്ള കൂട്ടത്തില. അത്ര ട്രൈ ചെയ്യുന്ന കോൺഫിഡൻസ് അല്ലേ? ആ ട്രൈ മാത്രം ചെയ്താൽ മതി. എന്ത് ഈ മൈക്ക് പിടി ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂർ ഇപ്പൊ എത്ര സമയം നോക്കട്ടെ? 4:30 ആകുന്ന കേട്ടാ. 5:30ക്കുള്ളിൽ നിനക്ക് ഞാൻ 20,000 രൂപ തരും. 20,000 രൂപ. 20,000 രൂപ നീ ചെലവാക്കി തീർക്കണം. അത്ര മാത്രമേ ഉള്ളൂ. സിമ്പിളാ. സിമ്പിൾ ചാലഞ്ച് വേണ്ട. വേറെ കുറച്ച് റൂൾസ് ഉണ്ട്. 20,000 രൂപ 10 ഐറ്റം മേടിക്കണം. മിനിമം 10 ഐറ്റം മേടിക്കണം. എന്നിട്ട് ഒരു ഐറ്റം മേടിച്ച് കഴിഞ്ഞാൽ അടുത്തത് വില കൂടുതലായിരിക്കണം. 10 ഐറ്റത്തിൽ കൂടുതൽ വാങ്ങിക്കാൻ പറ്റത്തില്ല. 10 ഐറ്റം വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. അത് 20,000 കൂടി കഴിഞ്ഞാൽ ഓവറോൾ ടോട്ടൽ കോസ്റ്റ് നീ മേടിച്ചെല്ലാം ഞാൻ കൊണ്ടുപോകും. 20,000 കുറഞ്ഞ കുഴപ്പമില്ല. നീ വേണം മിനിമം ഒന്നുമില്ല. മാക്സിമം 20,000 ഉള്ളൂ. അതിൽ കൂടിയാ ഞാൻ കൊണ്ടുപോകും. 10 എണ്ണം മേടിച്ചില്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകും. നിനക്ക് എന്തുവേണം മേടിക്കാം. നമുക്ക് പോവാം. ഭക്ഷണം മേടിക്കാം. പക്ഷെ ഭക്ഷണം ഒരു പ്രാവശ്യം മേടിച്ചാൽ പിന്നെ ഭക്ഷണം മേടിക്കാൻ പറ്റത്തില്ല. എല്ലാ ടൈപ്പ് ഓഫ് സാധനങ്ങളും ഒരു പ്രാവശ്യം മേടിക്കാൻ പറ്റത്തുള്ളൂ. ആദ്യം നമുക്ക് അവിടെ പോവാം. അമേരിക്കൻ ടൂറിസ്റ്റിലോട്ട് പോവാം. വണ്ടി ഒന്ന് ക്രോസ് ആക്കിയിട്ടിരുന്ന് നമുക്ക് ഇറങ്ങായിരുന്നു. സമയമില്ല. നിന്റെ സമയം ഓടിക്കൊണ്ടിരിക്കുക. അപ്പോ ഒരു സാധനം ഒരു പ്രാവശ്യം വാങ്ങിക്കാൻ ഒരു ടൈപ്പ് സാധനം. ഒരു ടൈപ്പ് അത് തന്നെ. ആ ഫുഡ് മേടിച്ചാൽ ഫുഡ് എടുക്കാൻ പറ്റത്തില്ല. ഡ്രസ്സ് മേടിച്ച് ഡ്രസ്സ് എടുക്കാൻ പറ്റത്തില്ല. കേട്ടാ? ഏതെങ്കിലും കടയിൽ എന്റെ ക്യാമറ കയറ്റില്ലെങ്കിൽ അവിടെ നിന്ന് എടുക്കാൻ പറ്റത്തില്ല. ഇവിടെയാണോ പോകുന്നത്? അമേരിക്കൻ ടൂറിസ്റ്റ്. അവിടെ ഒരു 1000 താഴെയുള്ള ഐറ്റം ഉണ്ടോ? ബാക്ക് പാക്ക് എന്തായാലും മതി. 1000 താഴെ ഉണ്ടോ? 1079. ഓക്കെ, 1079. ഇതിന് താഴെയുള്ള എന്തെങ്കിലും ഉണ്ടോ? ലൈക്ക് ഇതൊക്കെ എത്ര? 500 300 ഒക്കെ അല്ലേ? ഇതിന് ഏതെങ്കിലും ഓർമ്മ എടുത്താൽ മതി കേട്ടോ. ഇതെല്ലാം ഏതെങ്കിലും നിനക്ക് വേണമെന്നില്ല. നിനക്ക് വേണ്ടി എടുക്കുക. ആർക്ക് വേണ്ടി നീ മേടിക്കുന്നത്? ആർക്കും വേണ്ടി മേടിക്കുന്നതൊക്കെ മേടിക്കുന്നത്. ഇതിന് എത്രയാണ്? 350. സോ ഇത് പാക്ക് ചെയ്തോ. നിനക്കപ്പോ താല്പര്യമുള്ളതല്ലേ? ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യണ്ടേ? ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്താൽ മാത്രം മതി. നിനക്ക് വേണ്ടേ? ഇപ്പൊ അത് ഞാൻ എടുക്കും. പതുക്കെ എടുക്കാമല്ലോ. പതുക്കെ എടുക്കും. ഇപ്പൊ ആർക്ക് വേണ്ടിയൊക്കെ മേടിക്കണം തോന്നുന്നു. ഒരു ബാഗ് മേടിച്ചാൽ വേറെ ബാഗ് ഇല്ല കേട്ടോ. ഇതിനെന്താ പ്രൈസ്? അത് മതി. അതെടുത്താൽ മതി. മറ്റെടുത്താൽ മതി. ഫസ്റ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് 350 രൂപയുടെ. അവന് താല്പര്യം പോലും ഇല്ലെന്ന് തോന്നുന്നു. താല്പര്യമില്ല. ചാലഞ്ച് പക്ഷെ കുറച്ചു നേരം ചാലഞ്ച് വേണമെന്ന് പറഞ്ഞ് വഴി കൂടി പോയവനാണ്. എന്നെ പറയണോ? അതാണ് ഞാൻ പിടിച്ച് കേൾപ്പിച്ച് ചേരണം തോന്നുന്നു. പർച്ചേസ് ആയിട്ടുണ്ട്. അടുത്ത എന്തുവാ? അടുത്തത് നമുക്ക് ജോക്കി പോവാണ്. ഷഡ്ഡി മേടിക്കാനാണ് ഇപ്പൊ. അതെനിക്ക് അറിയത്തില്ല. നമ്മളൊരു ഐറ്റം നിനക്കാണോ മേടിക്കുന്നത്? നീ ആർക്ക് വേണ്ടി മേടിക്കുന്നില്ല? എനിക്ക് വേണ്ടി തന്നെ വാങ്ങിയത്. പക്ഷെ 600 രൂപയുടെ ഉള്ളിൽ എന്തായാലും ഒരു സാധനം. 600 രൂപയുടെ ഷഡ്ഡിയോ? എത്രയാണ്? 700 800 ഉണ്ടെങ്കിൽ ബെസ്റ്റ്. സ്വന്തമായിട്ട് ചാടി ചോദിച്ചോണ്ടിരിക്കും. അവനൊരു ഇൻട്രസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞു കിടന്നവനാ. സമയം കുറേ ഉണ്ട്. നീ ഷഡ്ഡി മേടിക്കാൻ വന്നല്ലേ? നീ കറക്റ്റ് കളറൊക്കെ ഡിസൈഡ് ചെയ്തിട്ട് പോകാം. നമുക്ക് ഇത് നല്ല കളറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് മാത്രം ഇട്ടുകൊണ്ട് ഇറങ്ങാം. ഇതും കൂടി ആവുമ്പോൾ മാച്ച് ആവുമല്ലോ. നീല കളർ എല്ലാം നീല മേടിച്ചാൽ മതി. ഇതറയാടാ ഇത്? എനിക്ക് തോന്നുന്നില്ല ഇവൻ എന്ത് വെള്ളം മേടിക്കും. പക്ഷെ 20,000 ഫുള്ളും തീരുമാനമാക്കി
ആദ്യം 350 മേടിച്ചു, ഇപ്പൊ 679. ഇനി അതിന്റെ പൊക്കത്തോട്ടുള്ള മേടിക്കാൻ പറ്റില്ല കേട്ടോ. ആക്ച്വലി ഒരു രീതി നോക്കിയാൽ എന്ത് വിട്ട് പെട്ട് പെട്ട് ഇനി നമുക്ക് പൊക്കത്തോട്ടേ ഉള്ളൂ. അതാണ് പ്രശ്നം. നീ കുറച്ച് താത്തി പിടിച്ചിട്ട് നോക്കായിരുന്നു. ആദ്യമേ 10 രൂപ സാധനം വാങ്ങിച്ചാൽ മതി. പ്ലാൻ താങ്ക് യു. നീ ജോക്കി മേടിച്ചോണ്ടോ നോക്കണം, മാറി ഇട്ടിട്ടും പോവാ. വേണ്ടേ? എഡ്ജ് കോമഡീസ് ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ചേച്ചിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നീ കൊടുത്തേക്ക്, സഹായിച്ചേക്ക്. എങ്ങനെ കൊടുക്കും? എന്ത് കൊടുക്കും? ഈ വീഡിയോക്കകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യണ്ട, നീ സ്വന്തമായിട്ട് കൊടുത്തോ. സ്വന്തമായിട്ട് എടുത്തോ, ചേച്ചി കൊടുത്തേക്ക്. 150 രൂപയുള്ളൂ. കുഴപ്പമില്ല, നീ കൊടുത്തോ. നമുക്ക് ഡ്രസ്സുള്ള എവിടെയെങ്കിലും. ഡ്രസ്സുള്ള എവിടെയാ? ലീസ്റ്റ് എക്സ്പെൻസീവാ. ജോക്കി എടുത്തതിന് ഡ്രസ് എടുക്കുന്നത് കുഴപ്പമില്ല. ഷർട്ട് പാന്റ്. ജോക്കി പറ്റത്തില്ല. ഷർട്ട് എടുത്തു കഴിഞ്ഞ ഡ്രസ് ഇല്ല. ഓക്കെ, ഡ്രസ് ഇല്ല. 800 രൂപ 700 ഇപ്പൊ സ്പെൻഡ് ചെയ്തു. 679 എന്തെങ്കിലും ഒരു ഐറ്റം വാങ്ങിച്ചാൽ മതി. പക്ഷെ 20,000 ബാക്കി കാണുന്നതല്ല. 20,000 മേലെ എന്തായാലും പോകത്ത്. പോയാ ഞാൻ എടുത്തോണ്ടോ, അത്രേ ഉള്ളൂ. ഏറ്റവും കുറവ് 1000 എത്രയാ? 1800 മേടിക്കാം. തിരിച്ചു വരാന്നാ? തിരിച്ചു വരുന്ന. അതാണ് പ്ലാൻ. ഞാൻ യൂട്യൂബിൽ ഒരു ചെറിയ ചാനലുള്ള എനിക്ക് അർജുൻ MP എന്ന് പറഞ്ഞു. അത് നിന്റെ ഷടിയുടെ സൈസ് എത്രയാ? എന്റെ ഏകദേശം അതൊക്കെ തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം. ഒരു മീഡിയത്തിന് പൊക്കത്തൊക്കെയാണ് ചിലപ്പോ എനിക്ക് പറ്റും. എന്തായാലും അതാണ് എനിക്ക് തോന്നുന്നുണ്ട്. നമുക്ക് വൈറ്റ് ക്രാഫ്റ്റ് അവിടെ ഏതെങ്കിലും ബാഗ് ഉണ്ടാവും. ഈ ബാഗ് മേടിച്ചു? ബാഗ് മേടിച്ചോ? ബാഗ് എന്താ വാങ്ങിച്ചത്? നീ ബാഗാ വാങ്ങിച്ചത്? സാർ ദിസ് ഈസ് നോട്ട് ബാഗ്. അത് ബാഗാണ്. പേഴ്സും ബാഗ് എല്ലാം ഒരേപോലെയൊക്കെ തന്നെയാ. ഇപ്പൊ എങ്ങോട്ട് പോകാനാ? അഡിഡാസാ? അഡിഡാസിൽ പോയി നോക്കാം. അവിടെ ഇപ്പൊ നീ അഡിഡാസിൽ പോകാൻ ഉദ്ദേശിക്കുകയാണോ? ഷൂവോ ചെരുപ്പോ ഉണ്ടാവൂലോ. അവിടെ 1000 ഷൂ കാണാനാ? ചെരുപ്പുണ്ടാവും. ചെരുപ്പാ? അവിടെയാ? വള്ളിച്ചെരുപ്പാ? ഒരു 100 കിട്ടത്തില്ല. ഇങ്ങനെ അഡിഡാസിൽ പോയി 1000 വള്ളിച്ചെരുപ്പ് മേടിക്കാൻ പോകും. അവൻ പോകുന്ന സ്പീഡ് തിരിച്ചു വരുന്ന കാണണം. ഇവിടെ മോട്ടിവേഷൻ കാട്ടിലും കൂടുതൽ ഡിമോട്ടിവേഷൻ. അത് വളരെ മോശമായിട്ടുള്ള പരിപാടി. ഡിമോട്ടിവേഷൻ നിങ്ങൾ ചെയ്യരുത്. ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ശരിയാകും? ഇങ്ങനെ അഡിഡാസിൽ നിന്ന് വല്ലതും കിട്ടുവാന്ന് നോക്കാം. ചേട്ടാ എന്തെങ്കിലും 1000 താഴെ കിട്ടും. പറഞ്ഞു. ഓക്കെ, ടീഷർട്സ് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ക്യാപ്പ് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, 1500. ഇത്തിരി കുറവ്. ഫുട്ബോളിനൊക്കെ ഇവിടെ 1000 കിട്ടുന്നത്. ഓക്കെ, എന്താണ് ഒരു 1000 മുതൽ 1300 എന്തെങ്കിലും ഉണ്ടോ? നല്ല കട. കുറച്ച് വില കൂടി കഴിഞ്ഞ് ഇവിടെ വന്നിരുന്നു. ബോട്ടിൽസിന് എന്താ വില? 700 വരില്ല, കുറച്ചുകൂടി കൂട്ടണം. 700 പറ്റത്തില്ലല്ലോ, നമ്മൾ ഓൾറെഡി എടുത്തില്ലേ? 670 എടുത്തിരിക്കുന്നത്. 670 ആണോ? അപ്പൊ പിന്നെ നമുക്കൊരു ബോട്ടിൽ എടുക്കാം. ജിമ്മിലൊക്കെ പോകുമ്പോ യൂസ് ചെയ്യാം. ഭാവി പോകുന്നില്ല, പക്ഷെ ഭാവി പോകും. നീ ഇത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഐറ്റമേ ഇല്ല. മനസ്സിലായല്ലേ? മുമ്പിലോട്ട് പോകുമ്പോ ഇവന്റെ ഓപ്ഷൻ ഓഫ് ഐറ്റംസ് ഇവൻ മേടിക്കാൻ പറ്റുന്ന എല്ലാം കുറഞ്ഞോണ്ടിരിക്കുകയാണ്. പാവം അറിയുന്നില്ലത്. ആദ്യമേ ഫുഡ് ഐറ്റത്തിൽ തുടങ്ങുന്നതായിരുന്നില്ല. ചമ്മി. എന്നാലും സകലകല വല്ലപ്പനാണ്, എല്ലാം അറിയാൻ. കുറച്ച് നാളെ കളിച്ചിട്ട് അതാണ് കയ്യിൽ വിട്ടുപോയ. പിന്നെ ബോളും ചെറുതാണ്. ബോട്ടിൽ 799 രൂപയുടെ. അത് മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പൊക്കത്തോട്ടിന് മേടിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ മേടിച്ച് വരുമ്പോ പിന്നെ അവന് ബാക്കി പൈസയും കുറഞ്ഞു വരുന്നുണ്ട്. പൊക്കത്തെന്ന് പറയുമ്പോൾ 1000 രൂപയ്ക്ക് താഴത്തും വാങ്ങിക്കും. നീ എല്ലാം 1000 താഴ്ന്ന് പിടിക്കുന്ന എന്തിനാണ്? അതിന്റെ പൊക്കത്തോട്ട് പോകും. താഴത്തുനിന്ന് വാങ്ങിച്ച് ഗ്രാജുവേറ്റ് ചെയ്ത് മേളിലേക്ക്. അതിന് അവസാനം നമ്മൾ നല്ല എന്തെങ്കിലും ഇലക്ട്രോണിക്സ് ഐറ്റംസ് വാങ്ങിക്കും. കാണാം, സമയം പോയാൽ ഒന്നും കിട്ടത്തില്ല. ശരിയാ. ഇതിന് 799. ഇനി സമയം കുറവാ. ഇനി 4:53 ഓഹോ, 37 മിനിറ്റ് കൂടി ഉള്ളു കേട്ടോ. 37 മിനിറ്റിൽ എന്ത് ചെയ്യും? നീ പെട്ടെന്ന് ഓടി എന്താണെന്ന് ഓടണോ? എന്ത് വേണം മേടിക്കുന്ന മേടിച്ചോ. 3 ഐറ്റം ആയിട്ടുള്ള 7 ഐറ്റം ഉണ്ട് ബാക്കി. യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം കേട്ടോ ഞാൻ വാങ്ങിക്കുന്നു. വണ്ടി വെക്കാൻ വേണ്ടി തന്നെ വാങ്ങിക്കുന്നു. നീ എന്താണ് കാറിന്റെ ആക്സസറീസ് ഒക്കെ മേടിക്കാൻ വരുന്നത്? കാറിന്റെ ആക്സസറി നമുക്ക് കാറിൽ വെക്കാലോ. കാറുണ്ടോ എനിക്ക്? കാറുണ്ടല്ലേ? നല്ലത്. 800 മുതൽ 1000 യൂസ്ഫുൾ കാറിന്റെ കടയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും മൊബൈൽ ചാർജറോ? എത്രടാ? 370 പറ്റത്തില്ല, എത്ര കൂടുതലാണ്. ഒരു 900 മേലെ വേണം. 950. ഇതാ ഇത് കാറിലാണ് ഈ സാധനം. മറ്റേ ഇതിനകത്ത് കുത്തുന്നല്ലോ. ഇത് കാറിൽ കുത്തുന്നേ. നിന്റെ താല്പര്യം. മേടിച്ച കോൺസിക്വൻസ് ഒക്കെ ഉണ്ട്, അത് മനസ്സിലാക്കി ചെയ്യുക. എനിക്ക് ചെറിയൊരു ഡൗട്ട്. ഇങ്ങനെ മേടിച്ച് തുടങ്ങിയാൽ ചിലപ്പോൾ അവസാനം പൈസ കാണത്തില്ലെന്ന്. എന്താ മേടിക്കണം? ഇതാണോ പറഞ്ഞത്? ഇത് മേടിക്കണ്ടേ? സമയമില്ല. അപ്പൊ ഇവിടുന്ന് 950 മേടിച്ചിരിക്കുന്ന. കഴിഞ്ഞ ലാസ്റ്റ് 799 കണ്ടായിരുന്നു. കിട്ടി കേട്ടാ.
വുഡ്ലൻഡ് ഉണ്ട്, സാംസങ്ങിൽ എന്തായാലും നീ പെട്ടെന്ന് ഡിസൈഡ് ചെയ്യണം. ഞാൻ ഒന്നും പറയുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ 14 ചെയ്തപ്പോൾ ഞാൻ ഹെൽപ്പ് ചെയ്തെന്ന് പറഞ്ഞാ. ഇപ്രാവശ്യം ഹെൽപ്പ് ഇല്ല. നീ എന്ത് ചെയ്താലും എനിക്കറിയേണ്ട ആവശ്യമില്ല. നമുക്കെന്നാ ഫുഡ് ആയിട്ട് എന്തെങ്കിലും ഇനി 29 മിനിറ്റ് ബാക്കിയുള്ളൂ. 29 മിനിറ്റ് നമ്മൾ എന്തെടുക്കും? വുഡ്ലൻഡിൽ കയറി നീ നിന്നോണ്ടിരുന്ന നടക്കത്തില്ല, അല്ലെങ്കിൽ കടയിൽ കയറുന്നത് നല്ലത്. ഒരായിരുന്നു നമുക്ക് വുഡ്ലൻഡിൽ പോയി 20,000 അല്ലേ നമ്മുടെ ബഡ്ജറ്റ്? 20,000 ആണ് ബഡ്ജറ്റ്. പക്ഷെ 10 ഐറ്റം മേടിക്കണം. ഓക്കെ, 10 ഐറ്റം വാങ്ങിക്കണം. ഇപ്പൊ നമ്മൾ നാളായി 1500 താഴെ എന്തെങ്കിലും ഐറ്റം ഉണ്ടോ? 1500 താഴെയുള്ള എന്തെങ്കിലും കൊടുത്താൽ മതി. ക്യാപ്പാ എടുക്കാൻ പറ്റത്തില്ല. ക്യാപ്പ് അല്ലാതെ വേറെ എന്തെങ്കിലും? ബോട്ടിൽ പറ്റത്തില്ല, ക്യാപ്പ് പറ്റത്തില്ല, ഒന്നുമില്ല. അത് മാത്രമേ ഉള്ളൂ. എന്ത് മേടിക്കാൻ പോവാ? ക്യാപ്പ് എടുക്കാം. ക്യാപ്പ് ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം എത്ര ചേച്ചി ഇതിന് വരുന്നത്? അത് മതി. പിന്നെ മേടിക്കാൻ പറ്റില്ല. എന്തൊക്കെ പറയുന്നത് എന്നെ പറയുന്നത് ഒന്നും കേട്ടാ. ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഇതെടുക്കാം ചേച്ചി. അത് മതിയാ? ഉറപ്പാണോ? മതി. ഡൗട്ടില്ല. എന്നാലേ പ്ലാൻ കറക്റ്റ് ആയിട്ട് പോകും. എപ്പോഴും വഴി കൂടി നടന്നു പോകാറില്ല. 20,000 വേറെ ഒന്നും ഇല്ല. ഏറ്റവും കുറഞ്ഞ ഐറ്റം ഇതാ. അതാണല്ലേ, കുഴപ്പമില്ല. നീയാണ് വീട്ടിലെന്നെ കയറിയത്. എത്ര ആയിട്ട് പോയി? 4, 5. അപ്പൊ ഇനി ഒരു 5 ഐറ്റം വാങ്ങിക്കണം. എനിക്ക് എക്സ്ട്രാ ടൈം വേണം. കാർഡിന് കാർഡിന്റെ പ്രോസസിംഗ് എക്സ്ട്രാ ഇട്ടതില്ല. 5:30 ആമത്തെ നിർത്തി ഞാൻ. 5-7 സാധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ 5 ഇനി 6, 7, 8, 9, 10 20 മിനിറ്റേ ഉള്ളൂ. പെട്ടെന്ന് മേടിക്കും. ഇവൻ ലെൻസ് കാർട്ടിൽ കയറി പോയതാ. അവർ റെക്കോർഡ് ചെയ്യാൻ സമ്മതിച്ചില്ല. മാനേജറിനൊക്കെ ചോദിച്ചു വന്നപ്പോ തന്നെ 3-4 മിനിറ്റ് പോയി. പാവം. അടുത്ത സ്ഥലം പെട്ടെന്ന് തപ്പി പിടിച്ചു. സമയം പോയി. എനിക്ക് പ്ലാൻ ഉണ്ട്, പക്ഷെ ഇപ്പൊ പോയിട്ട് കാര്യം. സാംസങ് പോകണം. സാംസങ് കയറാൻ പ്ലാൻ ഉണ്ട്. ആ സൈഡിലത്തെ കട സാംസങ്ങിൽ നമുക്കൊരു ബഡ്സ് 3 Pro ആണ്. ബഡ്സ് 3 Pro അതിനുള്ള പൈസ ഉണ്ടായിരിക്കും. പിന്നെ അത് എന്തോ സംതിങ് അതിനുള്ള പൈസ ഒന്നും ഇല്ല. ചിന്തിച്ചു വിട്ടാ കുറെ സംഭവങ്ങളുണ്ട് അവിടെ. എന്തെങ്കിലും ഡിസൈഡ് ചെയ്യും. നീ എന്തൊക്കെ മേടിച്ചു നിനക്ക് അറിയാല്ലേ? ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നില്ല കാര്യമില്ല. 15 മിനിറ്റേ ഉള്ളൂ. ഏതെങ്കിലും കടക്കർ എന്തെങ്കിലും മേടിക്കും. ഇപ്പൊ എങ്ങോട്ട് പോവാ? അത് കഴിഞ്ഞ് എഡ്ജിൽ പോകണം. എഡ്ജിലും കണ്ണാടിയാണ്. ഓപ്ഷൻസ് ഭയങ്കരമായിട്ട് കൂടിപ്പോയി. ഇപ്പൊ 1500 പൊക്കത്തുള്ള എന്തെങ്കിലും മേടിച്ച് തലക്ക്. ഇവിടെ ഡ്രസ്സുകളാണ്, ബാഗുകളാണ്. അവിടെ കണ്ണാടി ഉണ്ട്. 1000 പൊക്കത്തുള്ള കണ്ണാടി മേടിക്കുന്നത്. 2000 താഴെയുള്ള ഏതെങ്കിലും ഒരു നല്ലൊരു സൺഗ്ലാസ്. പെട്ടെന്ന് മേടിച്ച് തീർക്കും. അതാണ് വിലട്ടേ ഉള്ളൂ. 15 മിനിറ്റ് പെട്ടെന്ന് ഫുള്ളും മേടിച്ച് തീർക്കണം. ഒരെണ്ണം വാങ്ങിക്കാൻ പറ്റുള്ളൂ, പക്ഷെ പെട്ടെന്ന് വാങ്ങിക്കണം. ഇതെത്ര? 1840 അല്ലേ? 1840. അപ്പൊ ഇതിന്റെ താഴെയുള്ള ഐറ്റംസ് ഒന്നും ഇല്ല. എന്ത് ചെയ്യും? വലിയ കണ്ണാടിയാണ്. ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അടുത്ത് പോകാൻ പറ്റിയ കടകൾ. ഓക്കെ ഉണ്ട്. എടുക്കണോ? സമയം എടുത്തേക്ക്. 12 മിനിറ്റേ ഉള്ളൂ. സമയം പൊക്കോണ്ടിരിക്കും. ഇപ്പൊ 6000 ആയല്ലേ? നിനക്ക് എത്ര പൈസയാണെന്നറിയാം? ഫുള്ള് 20,000 അല്ലേ? 20 എത്ര ആയി? 6000 എനിക്കറിയില്ല, ഞാൻ പറയില്ല. 7,500 എന്തായാലും അതിന്റെ മേലെ എന്തായാലും പോയി. സമയമില്ല കേട്ടോ. ഞാൻ മേടിച്ചോണ്ട് പോകും. അടുത്ത നമുക്ക് അഡിഡാസിൽ പോകും. അഡിഡാസിൽ പോയി ഫുട്ബോൾ വാങ്ങി. അത് 1800 സംതിങ്. 10 മിനിറ്റേ ഉള്ളൂ. ഇത്ര ഐറ്റം മേടിക്കാനുണ്ട്. ഓടി പോണല്ലോ. 4 ഐറ്റം മേടിക്കാനുണ്ട്. 10 മിനിറ്റേ ഉള്ളൂ. അവൻ ഓടി പോയല്ലേ? വേറെ എന്തായാലും എന്തോ നമ്മള് 1800 സംതിങ്. 9 മിനിറ്റ് സമയമില്ല. പെട്ടെന്നാട്ടെ. എന്ത് ബാഗ്സ് എടുക്കാൻ പറ്റത്തില്ലല്ലോ? ബാഗ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ബാഗ് എടുത്തല്ലേ? ഡ്രസ് എടുക്കാൻ പറ്റത്തില്ല. നീ ഷഡ്ഡി എടുത്തതാ. സമയമില്ല. ഇനി നിനക്ക് 3 സമയമില്ലടാ. 8 മിനിറ്റ്. എത്ര ഐറ്റം വാങ്ങിക്കണം? എനിക്ക് നിനക്ക് 4 ഐറ്റം വാങ്ങിക്കണം. 8 മിനിറ്റ് ഉണ്ട്. 2, 3, 4, 5, 6 ഐറ്റം ആയില്ലേ? ഇപ്പൊ 7 ഐറ്റം ആയില്ലേ? ഓക്കെ, 3 ഐറ്റോടെ വേണം ഇത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇത് 2000 രൂപ. ഇത് 3000 രൂപ. 2000 മതി. ഞാൻ തമാശ പറയല്ല. 5:23 കേട്ടോ. അടുത്ത നമുക്ക് താഴത്ത് വേണം ഒരു വാച്ച് വാങ്ങിക്കണം. തിരിച്ചു ഇവിടെ വന്നിട്ടൊരു ഷൂ വാങ്ങിക്കണം. പിന്നെ നമ്മൾ സാംസങ് വരെ പോകാനുള്ള സമയമൊന്നും ഇല്ല. 7 മിനിറ്റേ ഉള്ളൂ. എടാ ഓടി അടിച്ച്. പെട്ടെന്ന് 5 മിനിറ്റ്. എന്തോ മേടിക്കാൻ പോകുന്ന? ഓടിക്കോ. എന്താ എവിടെ മേടിക്കുന്ന? നമുക്ക് വുഡ്ലൻഡിലേക്കാണ്. എന്നാ പെട്ടെന്ന് കയറി. അവന് വാച്ച് കിട്ടി ഇവിടെ കേട്ടോ. 2000. ഇത് സമയമില്ല. ഇത് നല്ല കാണുന്ന വാച്ച് എടുക്കണേ. ഇതിനെന്താണ് പ്രൈസ്? 2690. ഫുട്ബോൾ 2000. ഇത് 2690. കറക്റ്റ് 2000 വരായിരുന്നു. അത് കറക്റ്റ് 2000. ഓ ഷിറ്റ്, ബഡ്ജറ്റ് ഏകദേശം തീരാറായി. ബോയ്സ് വാച്ച് കിട്ടി കേട്ടാ. അവൻ ഓടുന്നു. എടാ 3 മിനിറ്റേ ബാക്കിയുള്ളൂ. This is actually quite fun. എടാ 3 മിനിറ്റ് ഉള്ളൂ. ഞാൻ എടുത്തോണ്ട് പോയി. അത് പറ്റത്തില്ല. ഓക്കെ, 3200 ആണോ ഇത്? 3200 മേടിക്കാൻ പറ്റത്തില്ല. 3600 പൊക്കത്ത്. അല്ല, നമ്മളിപ്പോ വാങ്ങിച്ചത് 3200 ആണ്. പക്ഷെ മേടിച്ചു നിനക്ക് തികയുവാ. സൈസ് 8 തന്നെ വേണം. സമയമില്ല കേട്ടോ.
അത് മതി. 3679 കൂട്ടുമ്പോഴത്തേക്കും പെട്ടെന്ന് കാണുന്നത് പൈസ ബാക്കി വേണ്ട 14 അടുത്ത് പോകും. പിന്നെ പൈസ ബാക്കി വേണ്ട സമയം തീരാറായി. ഇവിടെ ബില്ല് വേണേ അടുപ്പിക്കാം, 1 മിനിറ്റും കൂടി ഉണ്ട്. ഇവിടെ ഈ കാറ്റഗറിയിലുള്ള വേറെ ഐറ്റംസ് ഒന്നും നീ കുറച്ച് തീർത്തി ചാടി എന്തിനാ മേടിച്ച് തീർക്കായിരുന്നു. നമ്മൾ ആദ്യം ഇത്തിരി സ്ലോ ആയി. അടിക്കണ്ടേ, ഇത് ടൈം തീർന്നാ തീരും കേട്ടോ. ഓ ഫൈനലി 5:30, 5:30 ആയത് അവൻ ബില്ല് അടിപ്പിച്ച് അവൻ 9 രണ്ട് ഐറ്റോട് ബാക്കിയുണ്ട്. 8 രണ്ടാമത് ഒരു ഐറ്റാണോ? 8 ആയിട്ട് 1 2 3 4 5 6 7 8 രണ്ട് ഐറ്റോട് ബാക്കിയുണ്ടായിരുന്നു. അല്ല, ഒരു ക്യാപ്പും കൂടി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ക്യാപ്പ് എവിടെ? പക്ഷെ അപ്പൊ ഒരു ഐറ്റവും കൂടി ഉണ്ടായിരുന്നു. ഇതിപ്പോ ആർക്ക് വേണ്ടി ഇഷ്യൂ മേടിക്കുന്നത്? I don't know. ഈ ആവശ്യമില്ലല്ലോ ഇഷ്യൂ നീ മേടിച്ചു കിട്ടും. ഇത് ബില്ല് അടിക്കണ നിർബന്ധമാണോ? അവര് അടിച്ചു പോയില്ലേ? അടിച്ചു പോയോ? കൺഫേം ചെയ്തു. അടിച്ചു പോയോ? അപ്പൊ എത്ര പോയി? 3,700. നിനക്ക് തൃപ്തിയായോ? എനിക്ക് മതിയായി. 2 മിനിറ്റോടെ കിട്ടിയിരുന്നെങ്കിൽ 2 മിനിറ്റ് അല്ല, ഒരു 10 മിനിറ്റോടെ കിട്ടിയിരുന്ന നമുക്ക് ചാലഞ്ച് കംപ്ലീറ്റ്. നിനക്ക് സംതൃപ്തിയായടാ? ഈ ഷഡ്ഡിയൊന്നും എനിക്ക് ചേരത്ത പോലും ഇല്ല. ചേർത്തില്ല. നീ എന്തൊക്കെ മേടിച്ചു കുട്ടി? ഷൂ കിട്ടി. ഓടി ഓടി പഠിക്കും. സംതൃപ്തിയായ ഇത്തിരി പെട്ടെന്നായിരുന്നെങ്കിൽ 20,000 രൂപ പൊട്ടിക്കും. അയ്യോ, ഈ വീഡിയോക്കകത്ത് എനിക്ക് 50,000 ലൈക്ക് തന്നു ഞാൻ അടുത്ത പ്രാവശ്യം 50,000 കൊടുക്കും. തമാശയല്ല. 50,000 രൂപ എങ്ങനെ? 50,000 രൂപ എങ്ങനെ? 1 മണിക്കൂർ എടുത്തല്ലോ അപ്പോഴും കേട്ടോ. പക്ഷെ അപ്പോഴും ഈ സെയിം തന്നെ രീതിയിലല്ലേ? അങ്ങനെ തന്നെ. എവിടെ വരെ നിങ്ങൾ കളിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തായിട്ട് ഒരു ബ്ലോഗ് ചാനൽ ഉണ്ട് എന്റെ, അർജുൻ MP ബ്ലോഗ്സ് എന്ന് പറഞ്ഞ്. അത് ക്ലിക്ക് ചെയ്യൂ. കാണാൻ താല്പര്യം കണ്ടാൽ മതി. ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ് ചെയ്താൽ മതി. അപ്പം ഈ ബോള് എടുക്കുമല്ലേ ഞാൻ അങ്ങോട്ട്? ഈ ബോള് താങ്കൾക്ക് എടുക്കാൻ വേണമെങ്കിൽ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തരാം. കുഴപ്പമില്ല. പക്ഷേ ചാലഞ്ച് തോറ്റോണ്ട് ഞാൻ ഒരു സത്യസന്ധത ഉള്ള ഒരുത്തനായതുകൊണ്ട് ഐ ആം ഗിവിംഗ് ഇറ്റ് ബാക്ക് ടു യു. വെച്ചോളൂ. താങ്ക് യു. അടുത്ത ചാലഞ്ച് ഞാൻ വരും.